നമുക്കെല്ലാവർക്കും അറിയാം, തറയിൽ ഇരുന്ന് വന്നിട്ടല്ല നരേന്ദ്രമോദി കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP നേതാവുമായത്. ഗുജറാത്ത് കലാപം മുതലാണ്. ഗുജറാത്ത് കലാപം നയിച്ച് അവിടെ നിന്ന് മുഖ്യമന്ത്രിയായി. ആ കലാപം ഇന്ത്യയിലുടനീളം പടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകി അതിലൂടെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത്. അത് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ, അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അത് ബോധപൂർവം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് RSSനെയും BJPയെയും വെള്ളപൂശുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തക സമിതിക്കകത്തുള്ള ഉന്നത പാർട്ടി നേതൃത്വമാണല്ലോ അത് കോൺഗ്രസിന്റെ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കാണുന്ന ഒരു ചിത്രം, കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രബല വിഭാഗം, രണ്ട് പ്രമുഖ നേതാക്കൾ, ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. ശശി തരൂരും അതുപോലെ തന്നെയാണ്. അതുപോലുള്ളവർ വേറെ ആരൊക്കെയുണ്ട് എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഏത് സമയത്തും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും അതിലേക്ക് ചേക്കേറാനും കഴിയുന്ന ഒരു വിഭാഗം താഴെ വാർഡ് മുതൽ പ്രവർത്തക സമിതി വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ചിത്രം.